വലിയ സംഗീത പണ്ഡിതനാണ്, സംഗീത സംവിധായകനാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ ചെയ്ത ആ പ്രവൃത്തി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ സ്ഥാനത്ത് നമ്മളാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നമുക്ക് വെറുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഈ പുരസ്കാരം കൊടുക്കുന്നത് ആസിഫ് അലിയാണ് എന്ന് ശക്തമായ രീതിയിൽ അവിടെ അനൗൺസ്മെൻ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ ആസിഫ് അലി ഇത് മൊമെൻ്റോ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കുക, ആ ആളെ ഒന്ന് ഷൈക്ക് ഹാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മുഖത്ത് നോക്കി ചിരിക്കുക, അതുപോലും ചെയ്യാതെ, ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ നീ അവിടെ പോയി ഇരിക്കടാന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ആണ് നമുക്ക് കാണുന്നത്. ആ ഒരു ആക്ഷൻ കൊടുത്തിട്ട് ഈ ജയരാജ് സാറിനെ വിളിച്ച് ജയരാജ് സാറിൻ്റെയിലേക്ക് ഇത് കൊടുത്ത കാര്യം, ജയരാജ് സാറിൻ്റെ പല സിനിമയ്ക്കും ഇയാൾ സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം കാണിച്ചുകൊണ്ട് മറ്റേ ജയരാജ് സാറിനെ വിളിച്ചിട്ട് ഈ മൊമെൻ്റ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് വളരെ ഹൃദ്യമായ രീതിയിൽ അത് വാങ്ങിക്കുകയാണ് ആളുടെ സദസ്സിൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട്. ഇതിനെ എന്താ നമ്മൾ പറയുക? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ. എന്നിട്ട് ആളുകളെല്ലാം അറിഞ്ഞ് ആളുകളെല്ലാം ജനം മൊത്തം ഇദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി മാപ്പ് പറയുകയാണ്. ഞാൻ അറിഞ്ഞില്ല, ആസിഫ് അലിയാണ് അവിടെ പുരസ്കാരം കൊടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇത് ക്ഷമിക്കണം, വർഗീയത പറയരുതെന്നൊക്കെ പറഞ്ഞു. ആരവിടെ വർഗീയത? ഇതിനകത്തൊരു വർഗീയത ഇല്ല സാർ. ഇതിനകത്ത് പക്ഷേ നിങ്ങളൊരാളെ, ഒരു നടനെ, അദ്ദേഹം ഒരു സിനിമാ നടനാണല്ലോ, ആ സിനിമാ നടനെ അവിടെ സംഘാടകർ ഈ പുരസ്കാരം കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ മനുഷ്യനെ ഒരു മൈൻഡ് പോലും ചെയ്യാതെ ഇൻസൾട്ട്. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ. ഞാനിങ്ങനെ കയറി കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വർഗീയ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. എനിക്കതേ പറയാനുള്ളൂ. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി, ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. മാപ്പ് പറയാണ്. അപ്പോൾ നേരത്തെ ഇദ്ദേഹത്തിന് ഈ ആസിഫ് അലീനെ കണ്ണിൽ പോലും കണ്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ എതിർത്തു, ജനം ശക്തമായിട്ട് പ്രതികരിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയാണ് സോ സോറി, ഞാനത് അറിഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാണ്. ഇതിനൊക്കെ ഇവരെ അഹങ്കാരം എന്നല്ലാതെ എന്താ പറയണേ, ഈ കല മൂത്ത് വലിയ ആളുകളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിനിമ ഫീൽഡിലുള്ള കുറേ ആളുകളുടെ ഒരു കുഴപ്പമാണ്, അഹങ്കാരം കൊണ്ടുണ്ടല്ലോ ഇവർക്ക് കണ്ണ് കാണാൻ പറ്റാണ്ടാവും, കുറേ നാളെയുമ്പോൾ തകർന്നു പോകും. അതാണ് പ്രശ്നം.